അപ്പം ഞാൻ പിന്നെ ഒരു സ്ക്വാഡായിട്ട് ഒരു പുതിയ മാച്ചൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ടീമേറ്റ് എന്ന് പറഞ്ഞാൽ ഞാനുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ടുസ്കി ഉണ്ടായിരുന്നു, പിന്നെ സെവോക്സ് ലൈവ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഡിമോനും ഉണ്ടായിരുന്നു. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ വലിയ മാസ് ഡയലോഗൊക്കെ അടിച്ചിട്ട് പീക്കിൽ വന്ന് ഇറങ്ങിയായിരുന്നു. പീക്ക് നമുക്ക് അങ്ങ് കീഴടക്കാന്നൊക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഗരേനിയും പിന്നെ നമ്മുടെ ദൈവവും രണ്ടാളും നന്മയുള്ള ലോകമായ കാരണം നമുക്ക് പീക്കിൽ ഒരു എലിമിനെ പോലും തന്നില്ല. എന്തായാലും നമുക്ക് ബിമാസ്ട്രിപ്പിൽ പോകാന്നൊക്കെ വെച്ച് ബിമാസ്ട്രിപ്പ് വന്നപ്പോൾ നമ്മൾ ഫൈറ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ എവിടെ നിന്നൊക്കെ അടി വരുന്നൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു പ്ലെയർ സ്പോട്ട് ചെയ്തപ്പോൾ നോക്കില്ല, ആ പ്ലെയറിനെ അടിച്ച് നോക്കാക്കിയിട്ടാണ് അതങ്ങ് ഫിനിഷ് ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മേലേക്ക് കയറിയത് മാത്രം ഓർമ്മയുള്ളൂ. പിന്നെ എവിടെ നിന്നൊക്കെ അടി വന്നിട്ടാണ് നമ്മൾ ഗ്ലൂകളൊക്കെ വളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും സ്കൈലറൊക്കെ ഇട്ട് വന്ന് പൊട്ടിച്ചിട്ടാണ് എന്നെ അടിച്ച് നോക്കാക്കിയിട്ടോ. അപ്പോൾ ഞാൻ നോക്കായി വഴിക്കുന്നതിന് പിന്നെ അത് നമ്മുടെ ടീമേറ്റ് റിവ്യൂ ഒക്കെ അടിച്ചായിരുന്നു. അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പ്ലെയർ എന്ന് പറഞ്ഞത് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഒന്നോക്കണം അവൻ്റെ പിന്നാലെ അങ്ങ് പോകാന്ന് വിചാരിച്ചാൽ പിന്നാലെ അങ്ങ് വെച്ച് പിടിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ എന്തായാലും ആ പ്ലെയർ പാവം, ഞാൻ തന്നെ പിന്നാലെ വന്ന് ഇങ്ങനെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ആ പ്ലെയർ കണ്ടിട്ടില്ല. അപ്പോൾ നീ എവിടെ പോലും വിടില്ലടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ പിന്നാലെ പോയിട്ടാണ് അവൻ ചാടിയോടെ തന്നെ ചാടിയിട്ടാണ് ആ പ്ലെയറിനെ അങ്ങനെ തന്നെ കുത്തി പിടിച്ചിട്ടാണ് അവൻ നേരത്തെ കൊന്ന പ്ലെയർ ഉണ്ടായിരുന്നു. ആ പ്ലെയറിനെ പിന്നെ അടിച്ച് നോക്കാക്കി ഫിനിഷ് ആക്കി. പിന്നെ എന്ന് പറഞ്ഞാൽ ബിമാസ്ട്രിപ്പ് പറഞ്ഞാൽ ശരിയായ പ്ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബിമാസ്ട്രിപ്പ് വന്നപ്പോഴാണ് അടുത്തൊരു പ്ലെയർ സ്പോട്ട് ആക്കിയായിരുന്നു. പിന്നെ നോക്കില്ല ആ പ്ലെയർക്ക് നല്ല ഡാമേജ് ഒക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ടീമേറ്റ് എന്ന് പറഞ്ഞാൽ കില്ല കുമ്മിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും അതങ്ങ് ഫിനിഷ് ആക്കി. പിന്നെ ഇവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ചെക്കത് പിന്നെ എൻ്റെ മുന്നിൽ വന്നിട്ടാണ് ആ പ്ലെയറിനെ അങ്ങ് അടിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടീമേറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ റെഡ് അടിച്ചിട്ടാണ് ആ പ്ലെയറിനെ അങ്ങ് നോക്കാക്കി നമ്മുടെ ടീമേറ്റ് അങ്ങ് റിവ്യൂ ഒക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ വേറൊരു ഫീമെയിൽ പ്ലെയർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലെയറിനെ എഡമിട്ട് ഷോട്ട് കൊടുക്കാന്നൊക്കെ വെച്ച് ഫസ്റ്റ് ടൈമിൽ 150 ഒക്കെ കൊടുത്തായിരുന്നു. പിന്നെ അതിന് കയറി പോയിട്ട് അടിക്കാന്നൊക്കെ വെച്ച് കയറി പോയിട്ടാണ് നമ്മുടെ ഹൈറിസ് കോണാക്കിയിട്ടാണ് ആ പ്ലെയറിനെ അങ്ങ് കുത്തി പിടിച്ചപ്പോൾ തന്നെ ആ പ്ലെയർ പേടിച്ചിട്ട് ഗ്ലൂകളൊക്കെ തുറന്നു തന്നു. അപ്പോൾ തന്നെ ആ പ്ലെയറിനെ അങ്ങ് അടിച്ച് നോക്കാക്കിയിട്ടാണ് അത് ഫിനിഷ് ആക്കാന്നൊക്കെ വെച്ച്. പിന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് അടിക്കാത്ത മച്ചന്മാരൊക്കെ അങ്ങ് സബ്സ്ക്രൈബ് അടിച്ച് കൂടെ നിൽക്കാൻ മറക്കണ്ട, വീഡിയോക്ക് ലൈക്ക് അടിക്കാനും മറക്കണ്ട. പിന്നെ നോക്കില്ല ആ പ്ലെയർ അങ്ങ് ഫിനിഷ് ആക്കി നമ്മുടെ ടീമേറ്റിന് പിന്നെ അത് എല്ലാവരും അങ്ങ് റിവ്യൂ ഒക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വീടിനകത്ത് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ എനിമീസ് ഓടുന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ അപ്പുറത്തെ വീടിനകത്ത് ഒരു ജോക്കർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് ടൈമിൽ 150 കൊടുത്തു. പിന്നെ നമ്മൾ ബുദ്ധിപൂർവ്വം കളിക്കുന്നൊക്കെ വെച്ച് കറങ്ങി പോയിട്ട് അടിക്കാൻ നിന്നതായിരുന്നു. അപ്പോൾ തന്നെ വെച്ചേക്ക് വന്നിട്ടാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തലയടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെറ്റി ആയിട്ട്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.